ശത്രുതയ്ക്ക് നമ്മളുടെ മനസ്സിലൊരിക്കലും സ്ഥാനം നൽകുവാൻ പാടില്ല കേട്ടോ. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശത്രുതയ്ക്ക് നമ്മളുടെ മനസ്സിൽ ഒരു സ്ഥാനം നൽകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല, അത് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ല. പക്ഷേ ശത്രുതയ്ക്ക് നമ്മുടെ മനസ്സിൽ എന്ത് നൽകരുത്? സ്ഥാനം നൽകരുത്. ശത്രുതയ്ക്ക് സ്ഥാനം നൽകിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ശത്രുതയ്ക്ക് സ്ഥാനം നൽകിക്കഴിഞ്ഞാൽ ശത്രുത മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കും, മാനസിക സന്തോഷം തകർക്കും, മനസ്സമാധാനം ഇല്ലാതാക്കും. അതുപോലെ തന്നെ അതുവഴി എന്ത് ചെയ്യും? ശാരീരിക ആരോഗ്യത്തെയും തകർക്കുമെന്നാണ് കേട്ടോ. ശത്രുത ബാധിച്ച ഒരു വ്യക്തിക്ക് ഉറക്കം പോലും ചിലപ്പോൾ നഷ്ടമായേക്കാം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശത്രുതയ്ക്ക് നമ്മളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവും നൽകരുത് കേട്ടോ. മനസ്സിൽ ശത്രുത നിറച്ചൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താൻ കഴിയാതെ പോവും. അദ്ദേഹം ജീവിതത്തിൽ അധപ്പതിച്ചു പോവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശത്രുതയ്ക്ക് നമ്മളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവും നൽകരുത്. ഈ ശത്രുത ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ശത്രുതയുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ അസൂയയിൽ നിന്നുമാണ് ശത്രുത ഉണ്ടാകുന്നത്. അന്നേരം എന്ത് ചെയ്യണം? ശത്രുതയുടെ അടിസ്ഥാനമായ അസൂയയെ നമ്മളുടെ മനസ്സിൽ നിന്നും റിമൂവ് ചെയ്യണം. അസൂയ മനുഷ്യ സഹജമാണെന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും അസൂയയ്ക്ക് നമ്മളുടെ മനസ്സിൽ സ്ഥാനം നൽകരുത് കേട്ടോ. അസൂയ ഒഴിവാക്കാൻ ഒരു ചെറിയ ഒരു ട്രിക്ക്, അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിൽ വിശ്വസിക്കുക, നമ്മളുടെ നല്ല കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക കേട്ടോ. നമ്മൾ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അയാളുടെ കഴിവുകൾ നമുക്കില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമുക്കൊരു അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകാം കേട്ടോ. പക്ഷെ അതൊന്നും പാടില്ല. കോംപ്ലക്സ് ഉണ്ടാവണം, കോംപ്ലക്സ് ആവശ്യത്തിന് കോംപ്ലക്സ് വേണം കേട്ടോ, വേണ്ടാന്നല്ല എന്ന് കരുതി നമുക്ക് അമിതമാകരുത് കേട്ടോ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും അധികമാവരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ല കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വളരുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ജീവിതത്തിൽ അസൂയയ്ക്ക് ഒരിക്കലും സ്ഥാനം നൽകരുതേ. നൽകിക്കഴിഞ്ഞാൽ ജീവിതം എന്ത് ചെയ്യും? അകപ്പതിച്ചു പോകും. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് സ്ഥലത്ത് ക്ലാസ്സുകളൊക്കെ കൊടുത്തപ്പോൾ അവിടെയൊക്കെ പറഞ്ഞൊരു കാര്യം, അസൂയയ്ക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകരുത് കേട്ടോ. അസൂയ എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശക്തി അസൂയയ്ക്കുണ്ടെന്നാണ്. അതുകൊണ്ട് അസൂയ പാടില്ല. അതുപോലെ തന്നെ ഈ നിലപാടുകൾ ഉള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവും? ശത്രുക്കൾ ഉണ്ടാകാറുള്ളൂ കേട്ടോ. ഏതെങ്കിലും നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടായേക്കാം, ഇല്ലെന്നല്ല. അതുകൊണ്ട് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ എന്ത് ചെയ്യുക? ജീവിതത്തിൽ ശത്രുതയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറയും, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ആരെങ്കിലും എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോട്ടെ, നമ്മൾ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്താഗതികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മളൊരു പോസിറ്റീവ് പ്രഭാവമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വളരാനായിട്ട് കഴിയും. നമ്മളുടെ മുന്നിൽ വഴികൾ തെളിയും, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിയും. മറിച്ച് അസൂയയും ശത്രുതയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ സാധ്യതകളൊന്നും തെളിയില്ല. മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അധപ്പതനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അസൂയയും ശത്രുതയൊക്കെ ബാധിച്ച ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ് കേട്ടോ. അയാൾ സ്വന്തമായിട്ട് സാധ്യതകൾ കണ്ടെത്തുന്നതിന് പകരം കേട്ടോ, അസൂയ ബാധിച്ച വ്യക്തി മറ്റുള്ളവരെ തകർക്കാനേ ശ്രമിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾക്ക് നമ്മളുടെ മനസ്സിലോ സ്ഥാനമേ നൽകരുത് കേട്ടോ. നല്ല ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. നമുക്ക് മനുഷ്യരാണ്, നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങളെയും എല്ലാവരുടെയും ആശയങ്ങളെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല കേട്ടോ. പക്ഷേ മനസ്സിൽ ആരോടും ശത്രുത വെച്ച് പുലർത്തരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ എന്തുണ്ടാവണം? നന്മ ഉണ്ടാകണം. വാക്കുകൾ നല്ല കേട്ടോ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കണം.
വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അതുപോലെ പ്രവർത്തികൾ എപ്പോഴും നല്ല പ്രവർത്തികളായിരിക്കണം കേട്ടോ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ മൊത്തം മറ്റൊരാൾക്ക് എന്തായിട്ട് മാറാൻ പാടില്ല, ആ ദ്രോഹമായിട്ട് അല്ലെങ്കിൽ ഉപദ്രവമായിട്ട് മാറാൻ പാടില്ല കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജീവിതത്തിൽ എന്തുണ്ടാവും, നന്മകളുണ്ടാവും കേട്ടോ. അത് ഉറപ്പ് തന്നെ. അതുപോലെ 1000 പരാജയങ്ങളെ നേരിട്ടാൽ മാത്രമേ ചിലപ്പോൾ 1000 പരാജയങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുകയുള്ളൂ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക.